ഒരു ചെറിയ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നല്ലൊരു റെഡ് ലിപ്സ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദെൻ ദിസ് ഷെയ്ഡ് മൈറ്റ് ബി യുവർ ന്യൂ ഫേവറേറ്റ്. യൂഷ്വലി നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബ്രൈറ്റ് റെഡിന്റെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഇത്. ഇതിന്റെ ഒരു കളർ വന്നിട്ട് എക്സാക്ട് ഒരു ടെറാക്കോട്ട ഷെയ്ഡാണ്. ഇതൊരു കൈൻഡ് ഓഫ് വാം ടോണിൽ വരുന്ന ഒരു റെഡ് ആണ് കേട്ടോ. നോട്ട് ടു ഓറഞ്ച് ബട്ട് സ്ലൈറ്റ് ആയിട്ട് ഒരു ബ്രൗൺ അണ്ടർടോൺ വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഈ ഒരു ലിപ്സ്റ്റിക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഓ വാവ്, നമ്മുടെ ആ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡില്ലേ അതാണ് എക്സാക്ട്ലി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നതിനും റെഡ് ടിൻ്റ് ആണ് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുക. പക്ഷെ ഈ ഒരു കളർ എല്ലാ സ്കിൻ ടോണിനും ഒരേപോലെ മാച്ച് ആവും കേട്ടോ. അപ്പൊ ഇത് ഏതാണ് ലിപ്സ്റ്റിക് എന്നല്ലേ വാ പറഞ്ഞുതരാം. സോ വെൽക്കം ബാക്ക് ടു മൈ 30 days 30 ലിപ്സ്റ്റിക് ചലഞ്ച്. ഇത് നമ്മുടെ ഈ ഒരു സീരീസിലെ 5th ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് മെബലിന്റെ 674 എന്ന് പറഞ്ഞിട്ടുള്ള മാഡിസൺ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ക്രീമി മാറ്റിയ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് അപ്പം തന്നെ ഡ്രൈ ആവില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല സെറ്റ് ആയിട്ടിരിക്കും. എന്റെ പൊന്നോ, എന്തൊരു സ്മൂത്ത് ആയിട്ടാണെന്നറിയോ ലിപ്സിൽ ഗ്ലൈഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഒത്തിരി ഓയിലി ഫുഡൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ 4 to 6 hours വരെ നന്നായിട്ട് സ്റ്റേ ചെയ്തോളും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് അല്ല കേട്ടോ ഇത്. പക്ഷെ നല്ല ഫെസ്റ്റീവ് സീസൺ ഒക്കെയാണ്, ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഷെയ്ഡാണിത്. ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇട്ടാൽ പോലും വിത്തൗട്ട് മേക്കപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എഫോർട്ട്ലെസ് ആയിട്ടൊരു ഗ്ലോ കിട്ടില്ലേ, അത് ഇതിനെ കൊണ്ട് പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. See you in my next video.